കർത്താവിന്റെ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് യുദ്ധം നമ്മുടേതല്ല, യുദ്ധം യഹോവയുടേതാ. ചിലപ്പോൾ നമ്മൾ കടന്നു പോകുന്ന വിഷയങ്ങൾക്ക് നമുക്കൊരു മറുപടിയും കിട്ടാത്ത വിഷയമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന വിഷയം പലപ്പോഴും നമ്മൾ ചോദിച്ചു പോകും, എന്താ കർത്താവേ ഇതിങ്ങനെ എന്ന് ചോദിക്കേണ്ടി വരുന്നതായിരിക്കാം. ചില വലിയ വിഷയമായിരിക്കാം, അതിനെങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും നോക്കിയിട്ടും എന്ത് ചെയ്തിട്ടും ഒന്നും അതിനകത്തുനിന്നൊരു വിടുതലോ ഒരു പുറത്ത് വരാൻ പറ്റാത്ത ഒരു രീതിയായിരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യുദ്ധം നമ്മുടേതല്ല, യുദ്ധം യഹോവയുടേതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിഷയം മുറുകും തോറും മനസ്സിലാക്കണം, വിടുതലുണ്ട്. അതുകൊണ്ട് വിഷയം വല്ലാത്ത വിധത്തിൽ കിടക്കുന്നേ. സ്തോത്രം. നമ്മൾ 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിൽ വരുമ്പം 2 Chronicles chapter 20, ഹല്ലേലൂയ, നമ്മൾ ഈ അധ്യായത്തിനകത്തേക്ക് വരുമ്പോൾ നമ്മള് യഹോഷാഫാത്ത് എന്ന് പറഞ്ഞ ഒരു രാജാവിനെ കാണാൻ സാധിക്കും. ഹല്ലേലൂയ. അപ്പം യഹോഷാഫാത്ത് രാജാവിന്റെ ആയിരിക്കുന്ന അവസ്ഥ ഒരു വലിയൊരു പ്രതിസന്ധി, ഒരു വല്ലാത്ത ഒരു വിഷയത്തിലാണ് യഹോഷാഫാത്ത് രാജാവ് വന്ന് കിടക്കുന്നത്. യഹോവന്റെ എന്ന് വെച്ചാൽ ഇസ്രായേൽ ജനത്തിനെതിരെ മോവാബ്യരും അമോനിയരും മിയോനയരും എല്ലാം കൂടെ യുദ്ധം പ്രഖ്യാപിച്ചു. അവര് പറഞ്ഞു, ഞങ്ങള് ഇസ്രായേലിനെ നശിപ്പിച്ചു കളയും എന്ന് പറഞ്ഞ് അവര് യുദ്ധം പ്രഖ്യാപിച്ചു. ഹല്ലേലൂയ. അപ്പൊ യഹോഷാഫാത്ത് ഇത് വന്നിട്ട് യഹോഷാഫാത്തിനോട് പറഞ്ഞു, അവര് യുദ്ധത്തിന് ഓൾറെഡി അവരുടെ പടയാളികളെല്ലാം ഇറങ്ങിയിരിക്കുക, അവര് യുദ്ധം ചെയ്യാൻ വരുക, അവരുടെ വഴിയില് അവര് ഓൾറെഡി മാർച്ച് ചെയ്യുക, ആർമി യുദ്ധം ചെയ്യാൻ വേണ്ടി മാർച്ച് ചെയ്ത് അവര് വരുക, അവരുടെ കാലിന്റെ മുഴക്കം കേൾക്കാം. അപ്പൊ യഹോഷാഫാത്ത് ഇത് കേട്ട് ഭയന്നു പോയിട്ട് ദൈവസന്നിധിയിൽ ആദ്യം ചെയ്തത് ദൈവസന്നിധിയിൽ ഓടിച്ചെന്നു ദൈവത്തിനോട് സംസാരിക്കാൻ, ദൈവത്തിനോട് he went to the Lord for guidance. 3-ാം വാക്യം എഴുതിയിരിക്കുന്നത്, he begged the Lord for guidance. കർത്താവേ, ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് ഓടിച്ചെന്ന് ദൈവത്തിനോട് ആലോചന ചോദിക്കുക മാത്രമല്ല, എല്ലാവരോടും ഉപവസിക്കാനും പ്രാർത്ഥിക്കാനുമായിട്ട് പറഞ്ഞു. ജനത്തിനോട് മൊത്തം പറഞ്ഞു, എല്ലാവരും ഉപവസിച്ചേ പറ്റൂ. ഇസ്രായേലിനെ ഈ ശത്രുവിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ എല്ലാവരും പ്രാർത്ഥനയോടെയും ഉപവാസത്തോടെയും ഇരുന്നേ പറ്റൂ. അപ്പം ജനമെല്ലാം യഹോഷാഫാത്ത് രാജാവ് പറഞ്ഞതനുസരിച്ച് ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ഇരുന്നു. എന്നിട്ട് യഹോഷാഫാത്ത് ദൈവസന്നിധിയിലേക്ക് കയറി ചെന്നപ്പോ ഇതിന്റെ ആ കഥയൊന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാ. യഹോഷാഫാത്ത് ദൈവസന്നിധിയിലേക്ക് കയറി ചെന്ന് യഹോഷാഫാത്ത് ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ദൈവത്തിനെ ഓർമ്മപ്പെടുത്തി, ദൈവമേ, നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതെല്ലാം നീ മറക്കല്ല. നീ പണ്ട് കാലത്ത് ഞങ്ങളെ വിടുവിച്ച, ഞങ്ങൾ പ്രതിസന്ധിയിലായിരുന്നപ്പോ ഞങ്ങളെ സഹായിച്ച ദൈവമാ നീ. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ദൈവത്തിനോട് പറയാൻ തുടങ്ങി. എന്നിട്ട് ദൈവത്തിനോട് പറയുകയാണ്, ഞങ്ങളുടെ അവസ്ഥ ഇപ്പൊ ഇങ്ങനെയാണ്. ഞങ്ങളുടെ ജനം ഒരു കൂട്ടം സൈന്യം ഞങ്ങളുടെ എതിരെ എഴുന്നേറ്റിട്ടുണ്ട്, ഒരു കൂട്ടം രാജ്യങ്ങൾ ഞങ്ങളുടെ നേരെ എഴുന്നേറ്റിട്ടുണ്ട്. ഞങ്ങൾക്ക് നീ അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരു വഴിയുമില്ല. അവര് ഞങ്ങളെ ഉപദ്രവിക്കാൻ സമ്മതിക്കല്ലേ. ദേ ആർ വെയിറ്റിംഗ് ടു അറ്റാക്ക് us. ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ അനുവദിക്കല്ലേ. ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങൾക്ക് വേറെ ഒരു മാർഗവുമില്ല എന്ന് പറഞ്ഞ് ദൈവത്തിനോട് ഇവരെ അപേക്ഷിക്കുമ്പം ഈ യഹോഷാഫാത്ത് രാജാവ് രാജ്യത്തിന് വേണ്ടി ഇടുവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, അന്ന് ദൈവത്തിന്റെ ആത്മാവ് ആവശ്യമുള്ളപ്പം ഓരോരുത്തരുടെ മേൽ വരുവാ ചെയ്യുന്നത്. പക്ഷെ ഇന്ന് നമ്മളത് വായിക്കുമ്പോൾ വലിയ ഇതിലെ കർത്താവ് ഇനി എൻ്റെ മേൽ ആത്മാവിനെ വരണമെന്നല്ല, നമ്മുടെ മേൽ നമ്മൾ ഈ പരിശുദ്ധ ആത്മാവിലൂടെയാണ് യേശുവിനെ നമ്മൾ ദൈവമെന്ന് പ്രഖ്യാപിക്കുന്നത്. ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. അതാ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ശ്രദ്ധിച്ചത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സകല പ്രത്യാശയുടെ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു, അല്ലെ? ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു. അപ്പൊ അന്നത്തെ കാലത്ത് പ്രവചനം വേണമെങ്കിൽ ആരുടെയെങ്കിലും മേൽ അന്നേരം ആത്മാവ് വന്നിട്ട് പ്രവചിച്ചിട്ട് പോകും. അപ്പൊ അങ്ങനെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേലെ, ജാസിയൽ എന്ന് പറഞ്ഞ വ്യക്തിയുടെ മേലെ ആത്മാവ് വന്ന് ഈ വ്യക്തി പ്രവചിക്കാൻ തുടങ്ങി.
ഇനിയാ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2 ദിനവൃത്താന്തം വ്യക്തി പ്രവചിച്ചിട്ട് ജാസിയല് ദൈവത്തിന്റെ ആത്മാവ് പ്രവചിച്ചു. എന്താണ് പറഞ്ഞത്? ഡു നോട്ട് ബി അഫ്രേഡ്, ഡു നോട്ട് ബി ഡിസ്കറേജ്ഡ് ബൈ ദിസ് മൈറ്റി ആർമി, for the battle is not yours but God's. Hallelujah. 15-ാം വാക്യം. അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹൂദിയർ ഒക്കെയും യെരൂശലേം നിവാസികളും യഹോവ രാജാവുമായുള്ളവരെ കേട്ടുകൊള്ളുവിൻ. യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. ആമേൻ, ദൈവത്തിൻ്റെതത്രേ. ഹല്ലേലൂയ. അവരെ ബലപ്പെടുത്തി. യുദ്ധം നിങ്ങളുടേതല്ല, യുദ്ധം യഹോവയുടേത്. വിളിച്ചു പറഞ്ഞേ, യുദ്ധം എന്റേതല്ല, യുദ്ധം ദൈവത്തിൻ്റെയാ. ഹല്ലേലൂയ. ഞാൻ ഫേസ് ചെയ്യുന്ന വിഷയങ്ങള് ഞാൻ ആയിരിക്കാം, അല്ലെ കടക്കാർ വന്ന് ഡോറിൽ വന്ന് തട്ടുന്ന വിഷയമായിരിക്കാം, വീട്ടിനകത്ത് വലിയ പ്രതിസന്ധി ആയിരിക്കാം, പറഞ്ഞ് അറിയിപ്പിക്കാൻ പറ്റാത്ത, നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല എന്ന് പറയുന്ന വല്ല വിഷയമായിരിക്കാം. പ്രതിസന്ധി വലുതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വലിയ രോഗത്തിന്റെ അവസ്ഥയായിരിക്കാം, വലുതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വലിയ രോഗത്തിന്റെ അവസ്ഥയായിരിക്കാം, സാമ്പത്തികമായിരിക്കാം, രോഗമായിരിക്കാം, മനസ്സിന് സമാധാനക്കേടായിരിക്കാം, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. അവരവരുടെ യുദ്ധങ്ങൾ അവരവർക്ക് വലുതാ, അല്ലേ? ആ സാഹചര്യത്തിനകത്ത് കടന്നു പോകുന്നത് വലിയൊരു പ്രതിസന്ധിയാ. പക്ഷെ യുദ്ധം വലുതാ. പക്ഷെ അവിടെ വചനം ഇടപെടുക. എന്താ? നീ ഭയപ്പെടല്ല, നിന്റെ ധൈര്യം ചോർന്നു പോകല്ല. ഈ വലിയ സൈന്യത്തിനെ കണ്ട് നീ നിരാശപ്പെട്ടു പോകല്ല. എന്നുവെച്ചാൽ യുദ്ധം ചെയ്യേണ്ടത് നീ അല്ല, യുദ്ധം ചെയ്യേണ്ടത് യഹോവയാ, ദൈവത്തിന്റെയാ യുദ്ധം. ദൈവത്തിനൊന്ന് വിട്ടുകൊടുക്ക്. ഹല്ലേലൂയ. എന്നിട്ട് 17-ാം വാക്യത്തിനകത്ത് പറയുക, നീ യുദ്ധം ചെയ്യേണ്ട. അവിടെ 16-ാം വാക്യത്തിൽ പറയുക, നീ സൈന്യത്തിനെയും കൂട്ടിക്കൊണ്ട് നീ എതിരെ ചെല്ലണം. പക്ഷെ അവിടെ ചെന്നിട്ട് 17-നകത്ത് പറയുക, യു വിൽ നോട്ട് ഈവൻ നീഡ് ടു ഫൈറ്റ്. നീ യുദ്ധം ചെയ്യേണ്ടി വരത്തില്ല. ടേക്ക് യുവർ പൊസിഷൻസ്, സ്റ്റാൻഡ് സ്റ്റിൽ, വാച്ച് ദ ലോർഡ്സ് വിക്ടറി, ഹി ഈസ് വിത്ത് യു. കണ്ട, ദൈവം പറഞ്ഞു കൊടുക്കുന്നത്, നീ സൈന്യത്തിനോടൊപ്പം നീ സൈന്യം മാർച്ച് ചെയ്ത് ചെല്ലണം. ചെന്നിട്ട് എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ പൊസിഷൻസ് നിങ്ങൾ എടുക്കണം. വായിച്ച് 17-ാം വാക്യം. ഈ പണിയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് യെരൂശലേം ആയുള്ളവരെ, നിങ്ങളെ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ആമേൻ. യഹോവ നിങ്ങൾക്ക് വേണ്ടി വരുത്തുന്ന രക്ഷ നിങ്ങളൊന്ന് കണ്ടാൽ മതി. കണ്ടോ? നിങ്ങൾ സൈന്യത്തിനോടൊപ്പം അവിടെ ചെന്ന് അവിടെ നിൽക്കുക. നിങ്ങൾ അവിടെ നിന്ന് നിങ്ങളുടെ പൊസിഷൻസ് എടുക്കുക. എന്നിട്ട് നിങ്ങൾ മിണ്ടാതെ നിന്ന്, അനങ്ങാതെ നിന്ന്, നിങ്ങളുടെ കണ്ണുകളും കൊണ്ട് കാണ് ദൈവം നിങ്ങൾക്ക് തരാൻ പോകുന്ന വലിയ ജയം. ഹല്ലേലൂയ. ഞാൻ യുദ്ധം ചെയ്യാതെ എനിക്ക് ജയമുണ്ടോ? ഉണ്ടെന്നേ. ഞാൻ യേശുവിൽ വിശ്വസിക്കുമ്പോൾ ഞാൻ ദൈവം യുദ്ധം ചെയ്യാൻ ഞാൻ മിണ്ടാതെ നിൽക്കുമ്പോൾ, സ്തോത്രം, ഞാൻ ദൈവം എനിക്ക് ചെയ്ത് തന്ന് ആ ജയം ഞാൻ അനുഭവിച്ചാൽ മാത്രം മതി. ഞാൻ മിണ്ടാതെ നിന്ന് ദൈവം എനിക്ക് യുദ്ധം ചെയ്യുന്നത് കണ്ടാൽ മാത്രം മതി. ഹല്ലേലൂയ. ഞാൻ മിണ്ടാതെ നിന്ന് ദൈവമാണെന്ന് വിശ്വസിക്കാനെന്ന വചനം പറയുന്നേ. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ ഒരു ജയമുണ്ടോ? ഇങ്ങനെ ഒരു യുദ്ധമുണ്ടോ? അതെ, യുദ്ധം ദൈവം ഏറ്റെടുത്താൽ, ഹല്ലേലൂയ, സ്തോത്രം, ഇങ്ങനെ തന്നെയാ. ദൈവം ഇവരോട് പറയുക, നിങ്ങൾ മിണ്ടാതെ അവിടെ നിന്നിട്ട് നിങ്ങൾ കാണ്. യഹോശഫാത്ത് രാജാവ് എന്ത് ചെയ്തു? ദൈവത്തിൽ നിന്ന് ആലോചന കേട്ടു. അവര് ദൈവത്തിന് നന്ദി പറഞ്ഞു. എന്നിട്ട് 21-ാം വാക്യം, അടുത്ത ദിവസം യുദ്ധത്തിന് പോകുക. അടുത്ത ദിവസം ദൈവം പറഞ്ഞതുപോലെ യുദ്ധത്തിന് 20-ാം വാക്യം പറയുന്നു, വെളുപ്പാങ്കാലത്ത്, ഹല്ലേലൂയ, അവര് യുദ്ധത്തിന് വേണ്ടി പോവാൻ ഒരുങ്ങുമ്പോൾ 21-ാം വാക്യം വായിക്കാം. 21-ാം വാക്യം. പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധ അലങ്കാരം ധരിച്ചും സൈന്യത്തിന് മുമ്പിൽ നടന്നും കൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പിൻ, അവന്റെ ദയ എന്നേക്കും ഉള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. ആമേൻ. ഹല്ലേലൂയ. യെഹോശഫാത്ത് രാജാവ് ചെയ്തത് കണ്ടോ? സൈന്യം മാർച്ച് ചെയ്യാൻ പോവാ. പക്ഷെ സൈന്യത്തിന്റെ മുൻപിലായിട്ട്
സ്തോത്രവും സ്തുതിയും ഹല്ലേലൂയായും വിളിച്ചു പറഞ്ഞ് വായിച്ച് പാട്ടും പാടുന്ന പാട്ടുകാരെ തെരഞ്ഞെടുത്ത് സൈന്യത്തിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തി. ഹല്ലേലൂയ. ഇന്ന് യുദ്ധം മൂർച്ഛിക്കുമ്പോ, ഇന്ന് വിഷയങ്ങൾ വലിയ വിഷയങ്ങളായി തീരുമ്പോ അവിടെ നിന്നിട്ട് അയ്യോ എന്തു ചെയ്യും കർത്താവേ, എന്തുവാ ഇത്, കഷ്ടമാ എന്ന് പറയാനല്ല. ഹല്ലേലൂയ. കർത്താവേ എന്തുവാ ഇത്, കഷ്ടമാ എന്ന് പറയാനല്ല. ഹല്ലേലൂയ. സ്തോത്രവും ഹല്ലേലൂയായും സ്തുതിയും കയ്യടിയും ആരാധനയും പാട്ടുകളും ഉയരട്ടെ ദൈവസന്നിധിയിലേക്ക്. ഹല്ലേലൂയ. ഓബേദിദോമിന്റെ വീടിനെ ദൈവം അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞു. എങ്ങനെ അനുഗ്രഹിക്കാതിരിക്കാൻ സാധിക്കും? ആ വീട് അവര് കിന്നരം വായനയും പാട്ടുപാടലും സ്തോത്രവും സ്തുതിയും ആരാധനയുമായിരുന്നു. ഹല്ലേലൂയ. 24 മണിക്കൂറും ഹല്ലേലൂയ സ്വർഗത്തിലെ മൂപ്പന്മാര് കർത്താവേ ഇത് ചെയ്തു തരണം, ദൈവമേ ഈ വിഷയത്തിനകത്തുനിന്ന് ഞങ്ങളെ വിടുവിക്കണം എന്നല്ല പറഞ്ഞത്. 24 മൂപ്പന്മാർ 24 മണിക്കൂറും അവരുടെ കിരീടങ്ങളൊക്കെ ഊരി താര വെച്ചിട്ട് അവര് ദൈവമേ നീ മഹത്വമുള്ളവൻ, നീ രാജാവ്, നീ സ്തോത്രം ചെയ്യുന്നു നിന്നെ എന്ന് പറഞ്ഞ് സ്തുതിയും ആരാധനയും പാട്ടുമായിരുന്നു അവർ ഉയർന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് ദൈവം ആരോടൊക്കെ ഇടപെടുക. നിങ്ങളുടെ വിഷയം വലുതാണെങ്കിൽ നിങ്ങൾ എന്ത് നടക്കും? നിങ്ങൾ പാട്ടുപാടി സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ നിങ്ങൾ മഹത്വം കൊടുത്തിട്ട് നിങ്ങൾ വിളിച്ചു പറയണം, ഹല്ലേലൂയ യേശു വലിയവൻ. പാട്ടിലൂടെയും സ്തോത്രത്തിലൂടെയും ആരാധനയിലൂടെയും. ഹല്ലേലൂയ. ഈ ജനം, ഈ യഹോശഫാത്ത് രാജാവ് അങ്ങനെയാ ചെയ്തത്. ഹല്ലേലൂയ. സൈന്യം യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ ആ സൈന്യത്തിന്റെ ഏറ്റവും മുൻപില് പാട്ടുകാരെ ആക്കി വെച്ചു. അവരുടെ ഉത്തരവാദിത്വം ഇത് മാത്രമായിരുന്നു, ദൈവത്തിന് സ്തോത്രവും സ്തുതിയും നല്ല പാട്ടുകളും പാടുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ലേവായരുടെ ജോലി അല്ലെ, അല്ലെങ്കിൽ അവര് കിന്നരം വായിച്ചു, അവര് ഡ്രംസ് അടിച്ചു, അവര് ഗിറ്റാർ വായിച്ചു, അവര് ഫ്ലൂട്ട് വായിച്ചു, അവരുടെ കൈ അടിച്ചു, താളം ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. ഹല്ലേലൂയ. ഇങ്ങനെ ചെയ്തപ്പം 22-ാം വാക്യം, at the very moment they began to sing and give praise. വായിച്ചേ 22-ാം moment they began to sing and give praise. വായിച്ചേ 22-ാം. പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ ശ്രദ്ധിക്കണേ, അവര് പാടി സ്തുതിച്ചു തുടങ്ങിയ ആ നിമിഷം, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ അങ്ങനെയാ പറയുന്നത്, at the very moment they began to sing and give praise. അവര് തുറന്ന് പാട്ടുപാടി സ്തോത്രവും സ്തുതി ഉയർത്തിയ ആ സമയം തന്നെ എന്ത് സംഭവിച്ചു? The Lord caused യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമോന്യരുടെയും മോവാബ്യരുടെയും സേർ പർവ്വതക്കാരുടെ നേരെ പതിയിരിപ്പുകാരെ വരുത്തി, അങ്ങനെ അവർ തോറ്റുപോയി. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന് മഹത്വം. The Lord caused the armies of Ammon, Moab and Mount Seir to start fighting amongst themselves. ഇവര് ഇസ്രായേൽ സൈന്യത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന പാട്ടുപാടാൻ തുടങ്ങിയപ്പോ, ദൈവത്തിനെ വാഴ്ത്താൻ തുടങ്ങിയപ്പോ, അതേ സമയം തന്നെ ഈ ശത്രുക്കളുണ്ടല്ലോ, അമോനിയരും മോവാബിയരും സീർക്കാരും, ഇവരുടെ 3 സൈന്യങ്ങളും കൂടെ അവര് ഇസ്രായേലിനെ അടിക്കുന്നതിന് പകരം അവര് തമ്മിൽ അടിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ തമ്മിൽ അടിയുണ്ടാക്കാൻ തുടങ്ങി. അവർക്ക് വട്ടുപിടിച്ചതുപോലായി പോയി. ഹല്ലേലൂയ. അവര് തമ്മിൽ അടിച്ച്. സ്തോത്രം. 24-ാം വാക്യം പറയുന്നു, യഹൂദയുടെ സൈന്യം അവിടെ എത്തിയപ്പോഴത്തേക്ക് അവിടെ ശത്രു പോലും ഇല്ലാതെ ശത്രു പാഞ്ഞെല്ലാം ഓടിപ്പോയി തമ്മിൽ അടിയുണ്ടാക്കി. കുറെ അവിടെ അവിടെ ആ മരുഭൂമിക്കകത്ത് ചത്തു വീണു. ഹല്ലേലൂയ. ചുരുക്കം പറഞ്ഞാൽ ദൈവത്തിന്റെ ജനത്തിന് യുദ്ധം ചെയ്യേണ്ടി വന്നില്ല. ദൈവം അവരുടെ കയ്യിൽ കൊടുത്ത ജയം അവരനുഭവിക്കേണ്ടിയേ വന്നുള്ളൂ. സ്തോത്രം എന്ന് പറഞ്ഞ് യുദ്ധം യഹോവയുടേതാണ്, ജയം ഞാൻ അനുഭവിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ജയത്തിന്റെ വായിൽ നിന്ന് ഞാൻ യുദ്ധം ചെയ്യുന്നത്. ഹല്ലേലൂയ. ഞാനല്ല യുദ്ധം ചെയ്യുന്നത്, കർത്താവാ യുദ്ധം ചെയ്യുന്നത്. എനിക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ആ നന്മ ഞാൻ അനുഭവിച്ചാൽ മതി. കരയാനും നിലവിളിക്കാനും പള്ളു പറയാനും അല്ല എന്നെ വിളിച്ചിരിക്കുന്നത്. ദൈവം
ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന നന്മ അനുഭവിക്കാനാ, ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ജയം അനുഭവിക്കാനാ. ഹല്ലേലൂയ. ഈ ജയം അനുഭവിക്കണോ? ഹല്ലേലൂയ. പാട്ടുപാടി സ്തോത്രം പറഞ്ഞ് സ്തുതിയും ആരാധനയും കൊണ്ട് നടക്കണം. ഹല്ലേലൂയ. ജയം കാണും, ജയം നിശ്ചയം അനുഭവിക്കും. ഹല്ലേലൂയ. 1 ദിനവൃത്താന്തം 14 അധ്യായം, 1 ദിനവൃത്താന്തം ഫസ്റ്റ് ക്രോണിക്കിൾസ്, ഹല്ലേലൂയ, അതിന്റെ 14 അധ്യായം, ചാപ്റ്റർ നമ്പർ 14, അതിന്റെ 11 വാക്യത്തിനകത്ത് ദാവീദ് ഇങ്ങനെ പറയുന്നുണ്ട്, he used me to burst through my enemies like a raging flood. ഹല്ലേലൂയ. വായിച്ചേ. അങ്ങനെ അവർ ബാൽപെരാസിമിലും ചെന്നു. അവിടെ വെച്ച് ദാവീദ് അവരെ തോൽപ്പിച്ചു, ഫിലിസ്തീയരെ തോൽപ്പിച്ചു. വെള്ളച്ചാട്ടം പോലെ ദൈവം കയ്യാൽ തകർത്തു. ആമേൻ. ഹല്ലേലൂയ. ഇങ്ങനെ കിന്നരവും വായിച്ച് പാട്ടും പാടി നടന്ന ദാവീദ് പറയുക, ഹല്ലേലൂയ, ഇന്ന് ജഹോഷഫാത്ത് രാജാവിന് കൊടുത്തതുപോലെ ജയം ദാവീദിന് ദൈവം കൊടുത്തു. അപ്പം ആ ഒരു വാക്യം അതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി, എന്താ ദാവീദ് പറഞ്ഞ്? വെള്ളച്ചാട്ടം പോലെ ദൈവം എന്നെ ഉപയോഗിച്ചു എന്റെ ശത്രുക്കളെ ഇല്ലായ്മപ്പെടുത്തുവാൻ. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പാട്ടുപാടി സ്തോത്രം പറയുമ്പോ ദൈവം എന്നെ അതിശയമാക്കി തീർക്കും എന്റെ ശത്രുക്കളുടെ മുൻപില്. സ്തോത്രം. എന്നെ മതിലുകൾ വീഴുമെന്ന് പറഞ്ഞു നിന്ന്, അല്ലെങ്കിൽ ഞാൻ തോക്കുമെന്ന് പറഞ്ഞു നിന്ന്, എന്റെ വഴികൾ അടഞ്ഞു പോകുമെന്ന് പറഞ്ഞു നിന്ന് ശത്രുവിന്റെ മുമ്പില് ദൈവം എനിക്ക് ജയം തന്നു. ഹല്ലേലൂയ. സ്തോത്രം. വെള്ളച്ചാട്ടം പോലെ അവൻ എന്നെ ഉപയോഗിക്കുന്നു. സ്തോത്രം. അപ്പം ദൈവത്തിന്റെ കയ്യില് നമുക്ക് വേണ്ടി ജയം മാത്രമേ വെച്ചിട്ടുള്ളൂ. ഈ ജയം അനുഭവിക്കണോ? പാട്ടുപാടി സ്തോത്രം പറഞ്ഞ് കിന്നരവും വായിച്ച് ഹല്ലേലൂയ സ്തുതികൾ ഉയർത്തണം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം അത്ഭുതം ചെയ്യും. സകല പൂട്ടി വെച്ചിരിക്കുന്ന വാതിലുകൾ തുറക്കും. അപ്പോസ്തല പ്രവൃത്തി 16 അധ്യായത്തിനകത്ത് നമ്മൾ കാണുന്നു, ഹല്ലേലൂയ, പൗലോസും സീലാസും അവരെ പൂട്ടിക്കെട്ടി ചെയ്തില്ല, അവര് മതിമറന്ന് ദൈവത്തിനെ ആരാധിച്ചു. ഹല്ലേലൂയ. അവര് മതിമറന്ന് ആരാധിച്ചപ്പോ കണ്ടേ, ഹല്ലേലൂയ, വാതിലുകൾക്ക് അടഞ്ഞു കിടക്കാൻ പറ്റിയില്ല. സ്തോത്രം. ചങ്ങലകൾക്ക് പൂട്ടിക്കെട്ടി ഇരിക്കാൻ പറ്റിയില്ല. ഹല്ലേലൂയ. ജയിലറയ്ക്കകത്തെ മതിലുകൾക്ക് അടങ്ങിയിരിക്കാൻ പറ്റിയില്ല. എല്ലാം തകർന്നു വീണു. സ്തോത്രം. ഇന്ന് ഭവനത്തിനകത്ത് പാട്ടും പാടി സ്തോത്രവും പറഞ്ഞ് കിന്നരവും വായിച്ച് ആരാധനയുടെ ശബ്ദം ഉയരാമോ? ഹല്ലേലൂയ. ചില അടിസ്ഥാനങ്ങളെ ഇളക്കി ദൈവം നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ചില കാര്യങ്ങൾ ചെയ്തു തരും. ഹല്ലേലൂയ. ആരാധനയുടെയും ശബ്ദം വീട്ടിനകത്ത് ഉയരണം. ഹല്ലേലൂയ. പാട്ടുപാടി കിന്നരവും വായിച്ച് ശബ്ദം ഉയർന്നപ്പോ സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ കാണുന്നു, യെരിഹോയുടെ മതിലുകൾക്ക് നൂർന്നു നിൽക്കാൻ പറ്റിയില്ല. സ്തോത്രം. ജനം ആരാധനയും സ്തുതിയും ഉയർന്നപ്പോൾ ഹല്ലേലൂയ, യെരിഹോയുടെ മതില് ഇടിഞ്ഞു താഴെ വീണു. ഹല്ലേലൂയ. മതിലിന്റെ ഒരു അടയാളം പോലും ഇല്ലാത്ത വിധത്തിൽ മതിലിടിഞ്ഞു താഴെ വീണു. ഹല്ലേലൂയ. ഇന്ന് നേരിടുന്ന വിഷയം വലുതായിരിക്കാം, പക്ഷേ ഹല്ലേലൂയ, അവിടെ ഒറ്റ കാര്യം ചെയ്താൽ മതി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ഉയർത്ത്. ഹല്ലേലൂയ. ഇന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തിന് സ്തോത്രം ഉയർത്ത്. ഹല്ലേലൂയ. ഇന്ന് പറഞ്ഞ് ഞാൻ സ്തോത്രം ഉയർത്തും, ഞാൻ സ്തുതി ഉയർത്തും, ഞാൻ പാട്ടുയർത്തും. ഹല്ലേലൂയ. നാം പാട്ട് പാടുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ശത്രു ഓടിപ്പോകും. ഹല്ലേലൂയ. എൻ്റെ വിഷയം പൊങ്ങി വരുമ്പോ ഞാൻ ആ വിഷയത്തിന്റെ മുമ്പിൽ നിന്ന് ഞാൻ പാട്ട് പാടും. എൻ്റെ പാട്ടിന്റെയും വെള്ളത്തിനകത്ത് ശത്രു മുങ്ങിപ്പോകും. ദാവീദ് പറഞ്ഞതുപോലെ എൻ്റെ പാട്ടിന്റെ ആരാധനയുടെയും ശബ്ദം ഉയരുമ്പോൾ, അല്ലെ എൻ്റെ പാട്ടിന്റെ ആരാധനയുടെ നദി ഉയരുമ്പോൾ, ആ നദിക്കകത്ത് ശത്രു മുങ്ങിപ്പോകും. ഹല്ലേലൂയ. The enemy will be drowned in the sound of my praise, in the song of my praise. ഹല്ലേലൂയ. എൻ്റെ പാട്ടുകൾ ദൈവസന്നിധിയിൽ ഉയരുമ്പോൾ ശത്രു ആ പാട്ടിന്റെ വെള്ളത്തിനകത്ത് മുങ്ങിപ്പോകും. ഹല്ലേലൂയ. ദൈവം അത്ഭുതം ചെയ്യും. ഇന്ന് വിളിച്ചു പറഞ്ഞ്, യുദ്ധം യഹോവയുടേതാ. ഞാൻ പാട്ടുപാടി സ്തോത്രം പറയും. യഹോവ യുദ്ധം ചെയ്യും എനിക്ക് വേണ്ടി. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്നീ വചനത്താൽ കർത്താവ് ഓരോരുത്തരെയും നിറയ്ക്കട്ടെ. ഹല്ലേലൂയ. വലിയ വിഷയമെങ്കിൽ ഉയരത്തിൽ
പാട്ട് പാടണം. സ്തോത്രം. ഉയരത്തിൽ സ്തോത്രം പറയണം. കർത്താവ് യുദ്ധം ചെയ്തോളും, ഞാൻ ആ നന്മ അനുഭവിക്കും എന്ന് വിളിച്ചു പറഞ്ഞേ. ദൈവം യുദ്ധം ചെയ്യുന്നതിന്റെ ജയം ഞാൻ അനുഭവിക്കും. ഹല്ലേലൂയ. കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. വലിയ ജയം ഈ ദിവസങ്ങളിൽ തരട്ടെ. ആ ഫേസ് ചെയ്യുന്ന വലിയ വിഷയങ്ങളുടെ മേലെ ഈ ദിവസങ്ങളിൽ വലിയ ജയം കർത്താവ് തരുന്നത് കാണാനിടയാകട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ നല്ല